പാത്രത്തിൽ ഇട്ട് കഴുകണം. 3 മണ കഴുകണം, ഒന്നല്ല എന്നിട്ട് ഇതിപ്പോൾ 3 മണിയായി. എന്നിട്ട് ഇതിൻ്റെ ഇത് പോയിട്ടില്ല. അപ്പം അത് 4 തവണ കഴുകുക. 4 തവണ കഴുകി വരണം. എന്നിട്ട് പോകാത്ത കാരണം ഇത് എല്ലാം തെളിയണം നല്ലോണം. എന്നാലേ ഒരു പൊടി. ഇനി മുളക് പൊടി 2 സ്പൂണ്. ആ 2 സ്പൂണ് 3 ആയില്ലേ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാ ഇല്ല. മഞ്ഞപ്പൊടി 1 സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി കൂടുതൽ മല്ലിപ്പൊടി ഇടും. 1 2 3 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ 4. പിന്നെ ഞാനിടാനുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, ഇറച്ചി മസാല ഇതൊരു പാക്കറ്റ്. തൽക്കാലം ഇത് ചൂടാക്കണം. കരിവേപ്പില ഇതിലിട്ട് വാട്ടണം. കരിവേപ്പില ഇനി ഇത് ചൂടാക്കണം. ചൂട് ഇത് മൂക്കുമ്പോൾ മൂന്ന് കിലോയ്ക്ക് പോലെ പച്ചമസാല ഇനിയും കൂട്ടാനുണ്ട്, കൊണ്ടുവരണം. ഇടണം. ഫോണിലിട്ടുണ്ടല്ലേ, കയ്യിലിട്ടാലും മതി. ഇട്ടേ തിരുമണം, കൂട്ടിത്തിരുമണം. നെയ്യ് ഉണ്ടാവുമായിരിക്കും അല്ലേ? മതിയോ വെള്ളം? മതി. ഇതറിയാത്തതാണ്. ആവട്ടെ. ഞാൻ അടുത്തത് ഉള്ളിയൊക്കെ വാട്ടി. ഒരുപാട് പണിയുണ്ട്. ഇതിപ്പോൾ 4 കിലോ കപ്പയുണ്ട്. 4 കിലോ കപ്പ നമ്മൾ നുറുക്കി ഇപ്പോൾ ഇതുപോലെ കഴുകി വാരണം. കഴുകി വാരിയിട്ട് വെള്ളമൊഴിച്ച് അടുപ്പ് വയ്ക്കണം. അടുപ്പ് വെച്ച് ഒത്തിരി വേവണ്ട. വേവണതിനുപാട് നമ്മൾ ഇറക്കി ഊറ്റി വയ്ക്കണം. ഊറ്റി വെച്ചിട്ട് അരപ്പൊക്കെ ചേർക്കുന്നത് ഇനി അതൊക്കെ വാട്ടിയെടുക്കുമ്പോഴാണ് അരപ്പ് ചേർത്ത് ഇതിട്ട് ഇളക്കുന്നത്. അപ്പോൾ കപ്പ ആദ്യം വേവിച്ച് ഊറ്റി വയ്ക്കണം. ഉപ്പിട്ട് വേവിക്കണം. ഉപ്പ് അടുപ്പിൽ തീ പിടിപ്പിച്ച് അവർക്ക് ആ പരിപാടി ഇല്ലല്ലോ. ഞങ്ങളല്ല അടുപ്പിൽ തീ പിടിപ്പിച്ചാൽ വെക്കണമെന്ന് പറയാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പിടാൻ പോവാണ്. ഇനി ഉപ്പിടണം. ഉപ്പ് താഴോട്ട് നല്ല ഉപ്പ് പൊടി, അതുകൊണ്ട് ശകലം മഞ്ഞപ്പൊടി ഇടാം. കപ്പ അടുപ്പ് വെച്ചിട്ട് ഇട്ടാൽ കളറ് വരും. കളറ് വരുന്നേതാ
ഇനി ഇത് തിളക്കട്ടെ. ആ തിരണ്ടി എല്ലാം പുള്ളും മറക്കണം. അത് കരിയേപ്പലയും പിന്നെ ഇത് ഇടണം. മഞ്ഞപ്പൊടിയും ജീവന് മഞ്ഞപ്പൊടിയും ഇട്ടാണ്. മഞ്ഞപ്പൊടിയും കരിയേപ്പലയും ഇട്ട് വേണം വറക്കാൻ. മഞ്ഞപ്പൊടി കരിയേപ്പല ഇതൊക്കെ ഇട്ട് വറക്കണം. പെരുംജീരകം ഈ തേങ്ങ വറുക്കുമ്പോൾ പെരുംജീരകവും കരാപ്പൂവാ പിന്നെ അതിൻ്റെ ഇതും കൂടി ഇട്ട് വറക്കണം. വറുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ല മണം കിട്ടും, നല്ലൊരു വാസന ഇങ്ങോട്ട് വരും. അപ്പം അത് ഇവിടെ ഇല്ല, അതിന് പൊടിച്ചിടണം, കൊണ്ടുവരാൻ പോയിട്ടേ ഉള്ളൂ. ഇത് ഇത്ര മൂത്ത് ഇനി ഇതിൻ്റെ ചൂടാകാൻ ഇഞ്ചട്ടി തന്നെ ഇതിൽ തന്നെ ഇരിക്കണം. ഇരുന്നിട്ട് ആവിയിട്ട് മിക്സിയിലിട്ട് അടിക്കണം. എത്ര 1 കിലോ സബോള അത് പിന്നെ ഉപ്പിട്ട് വാട്ടണം. ഉപ്പ് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോഴേക്ക് സബോള ഇട്ട് ഇങ്ങനെ ഉപ്പിടണം. ഉപ്പിടാൻ പോവാണ്. ഉപ്പ് അതിലൊക്കെ ഉപ്പുണ്ട്, എന്നാലും സബോളയിൽ ശകലം ഉപ്പൊഴിക്കാൻ ഒരു മയം വരും അല്ല. ഇത് വാട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പണിയില്ല. വാട്ടി ഇനി അരപ്പ് ഇടാൻ പോവാണ്. അരപ്പിട്ട് തിളക്കണം. അരപ്പിടാൻ പോവാണ്. വെള്ളം ചേർക്കണം. അത് പാത്രം കഴുകിയിട്ട് ആയിട്ടില്ല, വെള്ളം ആവട്ടെ. ഉപ്പിടണം. ഉപ്പ് ഇതിന് ചേർന്ന് ഉപ്പിടണം. മസാലക്കൂട്ട് ഇടും. ഇതിന് മസാലക്കൂട്ട് ഇടും. മസാലപ്പൊടി ഇടുകയാണ്. തിളക്കണം. ഇതിന് ചേർന്ന് ഉപ്പിടണം. വെള്ളം കുറച്ചുകൂടെ വേണം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇടാൻ പോവാണ്. ചൂടല്ലേ. വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ആവശ്യത്തിനുള്ള കപ്പ് വെച്ചേക്കണം. ആ കപ്പയും കൊണ്ട് ഇടാല്ലേ. വെള്ളം ഉണ്ടല്ലോ, ചാറുണ്ടല്ലോ. ടി വിയിലൊക്കെ എത്ര വേഗമാ. ഇത് ഇറക്കാൻ നേരത്തെ ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കണ നല്ലതാണ്. ഒഴിച്ച് ഇറക്കി വെച്ചിട്ട് അടച്ചിട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അടച്ചോട്ടെ.